നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയെ ആളിക്കത്തിച്ചുകൊണ്ട് ഇസ്രയേൽ ഇറാൻ യുദ്ധം മുറുകുകയാണ്. ഇത്തവണ അടിച്ചു തീർത്തേ തങ്ങൾ പിന്മാറൂ എന്നുള്ള നിലപാടിൽ ഉറച്ചാണ് ഇസ്രയേൽ പോർക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ യുദ്ധക്കളത്തിലേക്ക് വലിച്ചിടുന്ന നിലപാടാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഹോർമുസ് കടലിടുക്കിന് സമീപം ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പൽ ആക്രമിച്ചുകൊണ്ട് IRGCയുടെ പ്രകോപനം. തൊട്ടു പിന്നാലെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാനിലേക്ക് വിളിക്കുകയും ഭരണകൂടത്തോട് എതിർപ്പറിയിക്കുകയും ചെയ്തു. ഇതുപോലെയുള്ള പ്രകോപനം ഉണ്ടായാൽ അതിശക്തമായ രീതിയിൽ ഇടപെടുമെന്നും ശക്തമായ മറുപടി IRGCക്ക് കൊടുക്കേണ്ടി വരുമെന്നും ജയശങ്കർ മറുപടി കൊടുത്തു. ഇതോടുകൂടി ഈ ഭാഗത്തേക്കുള്ള മിസൈൽ ആക്രമണം IRGC നിർത്തിവെച്ചിരിക്കുകയാണ്. കപ്പലിൽ 24 ഇന്ത്യക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യൻ നാവികരെ ഇപ്പോൾ സുരക്ഷിതമായി ഒഴിപ്പിച്ചിരിക്കുകയാണ്. ഡ്രോൺ ആക്രമണത്തെ തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ കപ്പലിൽ തീപിടുത്തമുണ്ടായെങ്കിലും നാവികർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അറിയിച്ചു. കപ്പലിൽ നിന്ന് അടിയന്തര സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് അധികൃതർ നടത്തിയ സമയോചിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. പലാവു പതാകയേന്തിയ കപ്പൽ ഒമാൻ തീരത്ത് നിന്ന് ഏകദേശം 15 നോട്ടിക്കൽ മൈൽ അകലെ സഞ്ചരിക്കുമ്പോഴാണ് ആക്രമണമുണ്ടായത്. കപ്പലിന്റെ എൻജിൻ റൂമിലുണ്ടായ സ്ഫോടനത്തിൽ കപ്പലിന് വിള്ളൽ വീഴുകയും ഉള്ളിലേക്ക് വെള്ളം കയറി നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. സ്ഫോടനത്തിൽ കപ്പലിലെ ലൈഫ് ബോട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് രക്ഷാപ്രവർത്തനത്തെ ആദ്യഘട്ടത്തിൽ സങ്കീർണമാക്കിയിരുന്നു. നിലവിൽ രക്ഷപ്പെട്ട് 24 നാവികരും സുരക്ഷിതരാണെന്നും അവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ പ്രാദേശിക ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് മാരിടൈം അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കപ്പലിന്റെ ഒരു ഭാഗത്ത് തീ പടർന്ന് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തീ പടർന്നതോടുകൂടി ഒരു വശത്തുകൂടി വെള്ളം കയറുകയും മറ്റൊരു വശത്ത് തീ ആളിപ്പടരുകയുമായിരുന്നു. ഇതിനിടയിലാണ് അതിസാഹസികമായി നാവികരെ രക്ഷപ്പെടുത്തിയത്. വിദേശകാര്യമന്ത്രി ജയശങ്കർ കടുത്ത ഭാഷയിലാണ് ഇറാനോട് എതിർപ്പ് രേഖപ്പെടുത്തിയത്. മുൻപും ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധം നടന്നപ്പോഴും അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം മുറുകി നിന്നപ്പോഴും ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പല തോതിലായിരുന്നു IRGCയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇന്ത്യൻ കപ്പലുകൾ ആക്രമിക്കുന്ന നിലപാട് വരെ IRGCയുടെ ഭാഗത്ത് നിന്നുണ്ടായി. എന്നാൽ ഇറാൻ ഭരണകൂടവുമായി ആ സമയത്ത് സംസാരിച്ചുകൊണ്ട് ഇന്ത്യയുടെ കപ്പൽ ഹോർമുസിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ വിജയം തന്നെ വിജയം ഉറപ്പിക്കാൻ ജയശങ്കറിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ആ സമയത്തും ഇന്ത്യൻ കപ്പൽ ആക്രമിക്കുന്ന ഒരു നിലപാട് IRGC പുറത്തെടുത്തു. എന്നാൽ അതേ സമയത്ത് തന്നെ ഇറങ്ങി പുറപ്പെട്ട് ഇറാന് അടി കൊടുക്കുന്ന രീതിയിലുള്ള മറുപടികളായിരുന്നു ജയശങ്കറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ശക്തമായ രീതിയിൽ ഇന്ത്യ പ്രതികരിക്കുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുമെന്നും ഇനിയും IRGCയുടെ പ്രകോപനം ഇന്ത്യക്ക് നേരെ ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ചടി ഉറപ്പാണെന്നും ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമായിരുന്നു IRGC ഇന്ത്യൻ കപ്പലുകൾ ആക്രമിക്കുന്നത് നിർത്തിവെച്ചത്. യുദ്ധം മുറുകി നിന്ന ഘട്ടത്തിൽ, അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം മുറുകി നിന്ന ഘട്ടത്തിൽ വലിയ വിജയം നേടാനും ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. ഇന്ത്യയുടെ കപ്പലുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഹോർമുസ് കടന്ന് പുറത്തേക്കെത്തിയത്. എന്നാൽ അതിനിടയിലും IRGC നടത്തിയ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ പങ്കുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോഴും ഇന്ത്യൻ കപ്പൽ ആക്രമിച്ചുകൊണ്ടാണ് ഇറാൻ പ്രകോപനം നടത്തിയത്. എന്നാൽ ഈ സംഭവത്തിൽ തങ്ങൾക്കൊരു അറിവുമില്ല എന്ന് ഇറാൻ ഭരണകൂടം പ്രതികരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, IRGCയും ഇറാൻ ഭരണകൂടവും തമ്മിൽ ഇപ്പോൾ ഒരു വിള്ളലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത്. യുദ്ധത്തിന്റെ ചൂട്ടും കത്തിച്ച് മുന്നിൽ നിൽക്കുന്നത് IRGC ആണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഒരു വെറി പിടിച്ചിപ്പോൾ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു സമാധാനമുണ്ടായിരുന്നു. എന്നാൽ വെടിനിർത്തൽ കരാർ അവസാനിച്ചതോടുകൂടി വീണ്ടും ഇസ്രയേൽ രംഗത്തേക്ക് ഇറങ്ങുന്നു. ഇസ്രയേൽ അതിമാരക ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയ്ക്കും കളത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ കപ്പൽ ആക്രമിച്ചുകൊണ്ടുള്ള ഇറാന്റെ കൈവിട്ട കളിക്ക് തക്കതായ രീതിയിലുള്ള മറുപടി ഓൺ ദ സ്പോട്ടിൽ ജയശങ്കർ കൊടുത്തിരിക്കുകയാണ്. ഇതുമാത്രമല്ല, ഇറാനിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് അവിടെയുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും ലഭ്യമായ യാത്രാ മാർഗങ്ങൾ ഉപയോഗിച്ച് എത്രയും വേഗം രാജ്യം വിടണമെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന കടുത്ത സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ അടിയന്തര ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. എംബസി പുറപ്പെടുവിച്ച പ്രധാന നിർദ്ദേശങ്ങൾ പരിശോധിക്കാം. ഉടൻ രാജ്യം വിടുക. ഇറാനിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ, ബിസിനസ്സുകാർ, വിനോദസഞ്ചാരികൾ എന്നിവർ ലഭ്യമായ കൊമേഴ്ഷ്യൽ വിമാനങ്ങളോ മറ്റ് യാത്രാ മാർഗങ്ങളോ ഉപയോഗിച്ച് അടിയന്തരമായി മടങ്ങണം. യാത്രകൾ ഒഴിവാക്കുക.
ഇന്ത്യയിൽ നിന്നുള്ള പൗരന്മാർ ഇറാനിലേക്കുള്ള എല്ലാവിധ യാത്രകളും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. രേഖകൾ സൂക്ഷിക്കുക. പാസ്പോർട്ട്, ID കാർഡുകൾ, മറ്റ് ഇമിഗ്രേഷൻ രേഖകൾ എന്നിവ എപ്പോഴും കൈവശം കരുതുകയും സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യുക. പ്രതിഷേധ സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ആഭ്യന്തര പ്രക്ഷോഭങ്ങളോ പൊതുജന കൂട്ടായ്മകളോ നടക്കുന്ന സ്ഥലങ്ങളിൽ പോകരുത്. പ്രാദേശിക മാധ്യമങ്ങളിലൂടെ അവിടുത്തെ സാഹചര്യങ്ങൾ നിരന്തരം നിരീക്ഷിക്കുക. രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. ഇറാനിൽ താമസിച്ച് ഇതുവരെ എംബസിയിൽ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തവർ ഉടൻ തന്നെ ഔദ്യോഗിക പോർട്ടൽ വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം എന്നുള്ള നിർദ്ദേശവുമുണ്ട്. വിമാന സർവീസുകൾ നിർത്തിവെച്ചതിനാൽ അർമേനിയ, അസർബൈജാൻ അതിർത്തികൾ വഴിയാണ് പ്രധാനമായും പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. കഴിവതും വേഗത്തിൽ നാട്ടിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്. യുദ്ധം മുറുകാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത്. കാരണം യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഈ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് മുഖവിലക്കെടുക്കാൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല. തങ്ങൾ അതിമാരക ആക്രമണങ്ങളുമായി കളത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ഇസ്രയേൽ നൽകുന്നത്. ഇറാന്റെ പെട്രോ കെമിക്കൽ കേന്ദ്രങ്ങളൊക്കെ ഇപ്പോൾ ഇസ്രയേൽ ആക്രമിച്ചിരിക്കുകയാണ്. അവരുടെ ആയുധപ്പുരകൾ ആക്രമിക്കുന്ന നീക്കം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതുകൂടാതെ ആണവ കേന്ദ്രങ്ങളും മറ്റ് പ്രധാനപ്പെട്ട എണ്ണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കുന്ന നീക്കങ്ങളിലേക്ക് ഇസ്രയേൽ കടന്നിരിക്കുകയാണ്. ഇതുകൂടാതെ ഇറാനിൽ വലിയൊരു ചാര ശൃംഖല ഇസ്രയേൽ പടുത്തുയർത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ആക്രമണം ഇപ്പോൾ ഇസ്രയേൽ തകൃതിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും ഒരു വശത്തും ഇറാൻ എതിർഭാഗത്തുമായി നടക്കുന്ന യുദ്ധം മുറുകുമ്പോൾ ഇത് കൂടുതൽ സംഘർഷം രൂക്ഷമാകുന്നതിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്. ലബനനിലെ ഇറാൻ അനുകൂല സായുധ സംഘടന ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം കൈവിട്ടുപോയത് ഇറാനും ജൂതരാഷ്ട്രവും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിനും യമനിലെ ഹൂതികളെ രംഗത്തിറക്കുന്നതിനും കാരണമായി. യുദ്ധം കൂടുതൽ വിപുലമാകുന്നത് ലോകത്തെ ഊർജ്ജ വിപണിയെയും അതുവഴി സാമ്പത്തിക രംഗത്തെയും സാരമായി ബാധിച്ചു കഴിഞ്ഞ യുദ്ധത്തിൽ നിന്നും സമാധാന കരാർ ഉണ്ടാക്കി തടി രക്ഷിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ പ്രതികൂലമായി ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ബാധിച്ചിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച് ഭാഗിക വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ ബെയ്റൂത്തിലെ ഹിസ്ബുള്ള ആസ്ഥാനത്ത് ആക്രമണം നടത്തിയതാണ് ഇറാനെ പ്രകോപിപ്പിച്ചതും വീണ്ടും പടക്കളത്തിലേക്ക് അവരെ ഇറക്കിയതും. വെടിനിർത്തലുണ്ടായ ഏപ്രിൽ 8-ന് ശേഷം ഇറാനും ഇസ്രയേലും പ്രത്യാക്രമണങ്ങൾ നടത്തുന്നത് ആദ്യമാണ്. സമാധാന ചർച്ചകളിൽ ഇറാന്റെ പ്രധാന വ്യവസ്ഥകളിലൊന്ന് ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നത് ഇസ്രയേൽ നിർത്തണം എന്നതായിരുന്നു. ഇസ്രയേലി നഗരങ്ങൾക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചു. പകരമായി ഇറാന്റെ ഉൾപ്രദേശങ്ങളിൽ ജൂതപ്പടയുടെ പ്രത്യാക്രമണമായിരുന്നു. തങ്ങളുടെ സൈനികർക്ക് നേരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയതിന് പ്രതികാരമാണ് ബെയ്റൂത്തിലെ ആക്രമണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഗാസ സമാധാന കരാറിന് ശേഷം ആക്രമണങ്ങൾ നിർത്തിവെച്ചിരുന്ന യമനിലെ ഹൂതികൾ ചെങ്കടലിൽ സമുദ്ര നിയന്ത്രണം പ്രഖ്യാപിക്കുകയും ടെല്ലവീവിന് നേരെ മിസൈലുകൾ തൊടുക്കുകയും ചെയ്തു. ചെങ്കടലിലെ മേധാവിത്വം ഉറപ്പാക്കാൻ സൊമാലിയയിലെ ഭീകര സംഘടനയായ അൽ-ഷബാബുമായി ഹൂതികൾ സഹകരിക്കുന്നതായിട്ടാണ് സൂചന. പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ വഷളാകാതിരിക്കാൻ ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ശകാരിക്കുകയും പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെങ്കിലും നെതന്യാഹു വകവെക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കിയാൽ ഇനിയും അച്ചടക്ക ലംഘനം ഉണ്ടാകും. അതിന് ഇസ്രയേൽ വില കൊടുക്കേണ്ടി വരികയുമില്ല. എന്തായാലും വാക്കിലും പ്രവൃത്തിയിലും വാശിയും പ്രതികാര മനോഭാവവും ശക്തമാകുകയാണ് ഇരുഭാഗത്തും. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് അമേരിക്ക ഇസ്രയേൽ സഖ്യം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി അടക്കം 40ഓളം പ്രമുഖ നേതാക്കളെ അപ്രതീക്ഷിത ബോംബ് ആക്രമണത്തിൽ വധിച്ചുകൊണ്ട് യുദ്ധം ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ജൂണിൽ അപൂർണമായി അവസാനിപ്പിച്ച ഓപ്പറേഷൻ റൈസിംഗ് ലയണിന്റെ തുടർച്ചയാണ് ഇതെന്ന് ഇസ്രയേൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. ഇറാനിലെ ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ ആക്രമണം നടത്തി. ഈ 12 ദിന യുദ്ധത്തിൽ ജൂൺ 24-ന് പിന്നീട് വെടിനിർത്തലുണ്ടായത്. ആണവായുധം ഉണ്ടാക്കാനുള്ള ഇറാന്റെ ശേഷി നശിപ്പിച്ചുവെന്ന് ട്രംപ് വീമ്പിളക്കിയിരുന്നു. പിന്നീട് ഇത് സംബന്ധിച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ ജനീവയിൽ നടന്ന ചർച്ചകൾ വിജയത്തിലേക്ക് നീങ്ങുമ്പോഴായിരുന്നു ഇസ്രയേൽ പെട്ടെന്ന് ഇറാനിൽ ആക്രമണം ആരംഭിച്ചത്. നേതാക്കൾ നഷ്ടമായിട്ടും നിരന്തരമായ ബോംബ് ആക്രമണത്തിൽ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും പിടിച്ചു നിന്ന ഇറാൻ ലോകത്തെ ഊർജ്ജ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിനുമേലുള്ള ഭൂമിശാസ്ത്രപരമായ മേൽക്കൈ അവർക്ക് പിന്തുണയുണ്ടാക്കി. അവിടെ പിടിമുറുക്കിക്കൊണ്ട് ലോകത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടാൻ ഇറാൻ മുൻകൈയെടുത്തു.
ഹോർമുസ് അടച്ചിട്ടു. ആഗോള ഊർജ വിപണിയെ വലിയ പ്രതിരോധത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയർന്നു. അമേരിക്ക വെടിനിർത്തലിന്റെ സാധ്യതകൾ വീണ്ടും ആരാഞ്ഞു. ഒടുവിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഏപ്രിൽ 8 താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടു. വെടിനിർത്തൽ കരാർ ലബനാൻ അടക്കം എല്ലായിടത്തും ബാധകമാകണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുതയ്ക്ക് മാത്രമായിരുന്നു ബാധകം. ലബനന് ബാധകമല്ല എന്ന് ഇസ്രയേലും അമേരിക്കയും വാദിച്ചു. ഇസ്രയേൽ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നത് തുടരുകയാണെങ്കിൽ അമേരിക്കയുമായുള്ള ആണവ ചർച്ചകളിൽ കാര്യമില്ല എന്നും ചർച്ചയിൽ ഇറാന്റെ മുഖ്യ പ്രതിനിധിയും പാർലമെന്റ് സ്പീക്കറുമായ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പറഞ്ഞു. പുനരാരംഭിച്ച യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ മാറ്റം ഹൂതികളുടെ തിരിച്ചുവരവാണ്. ഇസ്രയേലുമായി ബന്ധമുള്ള ഏത് കപ്പലിനെയും ലക്ഷ്യമിടുമെന്ന പ്രഖ്യാപനം, പേർഷ്യൻ ഉൾക്കടലിൽ നിന്നുള്ള 2 പ്രധാന വഴികളും ഹോർമുസും ബാബൽ മന്ദേബും ഒരേ സമയം അടഞ്ഞേക്കും എന്ന ഭീതി ഇപ്പോൾ ആഗോള വിപണിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഹോർമുസ് കടലിടുക്ക് ഇപ്പോഴും ഭാഗികമായി അടഞ്ഞുകിടക്കുകയോ തടസ്സപ്പെടുകയോ ആണ് ചെയ്തിരിക്കുന്നത്. ഇസ്രയേൽ കപ്പലുകൾക്ക് യമനും ജിബൂട്ടിക്കും ഇടയിലുള്ള ബാബേൽ മന്ദേബ് കടലിടുക്ക് കൂടി അടയ്ക്കപ്പെട്ടാൽ പ്രതിസന്ധി അതീവ ഗുരുതരമായിരിക്കും. കുറച്ചു നാളായി ലോകം കാണുന്ന കാഴ്ചയിലൊന്ന് ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള പരസ്യ ഭിന്നതയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇറാനുമായി അമേരിക്ക ഉണ്ടാക്കുന്ന ഏത് കരാറും നെതന്യാഹുവിന് അംഗീകരിക്കേണ്ടി വരുമെന്നും നെതന്യാഹുവല്ല താനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും ട്രംപ് തുറന്നടിച്ചിരുന്നു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകരുതെന്ന് ട്രംപ് നെതന്യാഹുവിന് നിർദ്ദേശം നൽകിയിരുന്നതായി വാർത്തയുണ്ട്. എന്നാൽ മണിക്കൂറുകൾക്കകം ഇസ്രയേൽ വലിയ തിരിച്ചടി നൽകി. കഴിഞ്ഞ ആഴ്ച നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ബെയ്റൂട്ടിൽ നടത്താനിരുന്ന ആക്രമണങ്ങൾ റദ്ദാക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നതായി വാർത്തയുണ്ടായിരുന്നു. കോപിഷ്ഠനായ ട്രംപ് നെതന്യാഹുവിന് ഭ്രാന്താണെന്നും ഇത്തരം നടപടികൾ കാരണം ലോകം അദ്ദേഹത്തെയും ഇസ്രയേലിനെയും വെറുക്കുന്നതായും കുറ്റപ്പെടുത്തി. എങ്കിലും നെതന്യാഹു പദ്ധതി ഇട്ടതുപോലെ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് വ്യക്തമാണ്. എന്നുവെച്ച് ഇസ്രയേലിനെ കൈവിടാനോ സമ്പൂർണ്ണമായി തള്ളിപ്പറയാനോ അമേരിക്കയ്ക്ക് കഴിയില്ല. ഇതുവരെ അമേരിക്ക ബെയ്റൂത്തിലെ ഇസ്രയേലി ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാത്തത് അതിന് തെളിവാണ്. തെക്കൻ ലബനനിലെ ലിതാനി നദി വരെ കൈവശപ്പെടുത്താനാണ് ഇസ്രയേലിന്റെ പദ്ധതി. അമേരിക്കയുടെ സഹായമില്ലെങ്കിൽ ഇസ്രയേലിന്റെ നിലനിൽപ്പ് കൂടുതൽ വെല്ലുവിളി നേരിടും എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. എന്നാൽ അമേരിക്കയെ കണ്ടുകൊണ്ടല്ല തങ്ങൾ ഈ യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നതെന്ന് ഇസ്രയേൽ പറയുന്നു. മാറി മാറി വരുന്ന അമേരിക്കൻ ഭരണകൂടങ്ങൾ ഇസ്രയേലിന്റെ ആവശ്യങ്ങൾക്ക് വളരെ താൽപര്യത്തോടെ ചെവി കൊടുക്കുന്നു. അവരുടെ സുരക്ഷാ പ്രശ്നങ്ങളെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നു. തന്റെ ആദ്യ ടേമിൽ ട്രംപ് കൊണ്ടുവന്ന എബ്രഹാം കരാറുകൾ ഇസ്രയേലിന്റെ സമാധാനപൂർണമായ നിലനിൽപ്പ് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു. അറബ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾ എണ്ണയ്ക്കും ഭൂരാഷ്ട്രീയ താൽപര്യങ്ങൾക്കും വേണ്ടി മാത്രമല്ല, ഇസ്രയേലിനെ കൂടി ഉദ്ദേശിച്ചായിരുന്നു എന്ന് വേണം പറയാൻ. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് ഏറ്റവും വലിയ ഭീഷണി ഇറാന്റെ നേതൃത്വത്തിലുള്ള ചെറുത്തുനിൽപ്പിന്റെ അച്ചുതണ്ടായിരുന്നു. അതിൽ ഹിസ്ബുള്ളയും ഗാസയിലെ ഹമാസും ഹൂതികളും സിറിയയിലെ മുൻ ബാഷർ അൽ അസദ് സർക്കാരും ഇറാഖിലെ ഷിയ മിലീഷ്യകളും ഒക്കെ ഉൾപ്പെടുന്നു. ഇവർക്കൊക്കെ സാമ്പത്തിക സഹായങ്ങൾ നൽകിയിരുന്നത് ഇറാനിലെ മതഭരണകൂടമാണ്. അതിനാൽ ഈ യുദ്ധത്തെ പതിറ്റാണ്ടുകളായുള്ള ഇസ്രയേലിന്റെ തന്ത്രപരമായ പദ്ധതിയുടെ പൂർത്തീകരണമാണ് എന്ന് പറയുന്നു. അതിന് അമേരിക്കയുടെ മൗനാനുവാദമുണ്ട് എന്നുള്ളതും ഉറപ്പാണ്. ആ പദ്ധതി 2023 ഒക്ടോബറിൽ തുടങ്ങി. ഹമാസിനെ ദുർബലപ്പെടുത്തി 2024 സെപ്റ്റംബറിൽ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തെ ഇല്ലാതാക്കി. ഈ വർഷം ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമനേയെ വധിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആവർത്തിച്ച് ആക്രമിച്ചു. ഇറാനെ സമ്പൂർണ്ണമായി തകർക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഇപ്പോൾ എന്ന് ഇസ്രയേലിനറിയാം. അതുകൂടി പൂർത്തിയായാൽ ഇസ്രയേലിന് പശ്ചിമേഷ്യയിൽ എതിരാളികൾ ഇല്ലാതാകും. ഗാസയിലും ലബനനിലുമുള്ള ആക്രമണങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇസ്രയേൽ ഇറാനിൽ ബോംബ് വർഷിക്കുന്നത്. ഇറാൻ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം വെടിനിർത്തൽ കരാറിന്റെ ഇടയ്ക്ക് അവർ അവരുടെ ആയുധപ്പുരകൾ നിറച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര പെട്ടെന്ന് ഇസ്രയേലിന് ഇറാനെ അടിച്ചില്ലാതാക്കാനും കഴിയില്ല. എന്തായാലും വലിയൊരു യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇടയ്ക്ക് ഇസ്രയേലിന്റെ ആക്രമണത്തിന് തിരിച്ചടി കൊടുത്തുകൊണ്ട് ഇറാൻ ഞങ്ങളിത് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇസ്രയേൽ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. നിരന്തരം ഇറാന്റെ മുക്കും മൂലയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, തീയിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.